വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കാം, കാരണം ഇതൊരു പഴയ കാല സ്നാക്കാണല്ലോ. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇതിനായിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ്. ഞാനിവിടെ 2 ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തത്. അങ്ങനെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ അരിപ്പൊടി തേങ്ങാപ്പാലിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് രണ്ടാം പാലിൽ നമ്മൾ ആദ്യം കുഴച്ചെടുക്കുക. അപ്പോൾ രണ്ടാം പാൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കില്ലേ, ചൂടുവെള്ളം ഒഴിച്ചിട്ട്, അതേപോലെ ഈ രണ്ടാം പാലിന് കുറച്ച് ലേശം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അരിപ്പൊടി മെഷർ ചെയ്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാനിപ്പോൾ രണ്ടാം പാലും എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് എടുത്തതാണ്. 1 മുറി തേങ്ങ മതിയാവും ഇത്രയും തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പം മാവ് കുഴച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ചൂടുള്ള തേങ്ങാപ്പാൽ നന്നായിട്ട് ഈ അരിപ്പൊടിയിലൊന്ന് മിക്സായിട്ട് വെച്ചാൽ മതി. ഇതേപോലെ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുഴലപ്പം നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അരിപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കടായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. ഒരു 7-8 ചെറിയുള്ളി വരെ നമുക്ക് എടുക്കാവുന്നതാണ്. തീരെ കനം കുറഞ്ഞിട്ട് വേണം അത് അരിയാൻ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരും. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി എടുക്കാം. അതിനുശേഷം വീണ്ടും ലേശം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ലേശം ജീരകം പൊട്ടിച്ചെടുക്കാനുണ്ട്. ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് നന്നായി മൂത്ത് നല്ലൊരു ഫ്രൈ ആയിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ വരുമല്ലോ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. പിന്നീട് ചെറിയ ഉള്ളി വഴറ്റിയതും അതുപോലെ ജീരകം ഫ്രൈ ചെയ്തതും കൂടെ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ചെറിയുള്ളിയും അതുപോലെ ഈ ജീരകം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കുഴലപ്പത്തിന് നല്ലൊരു മണവും നല്ല ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഒന്നാം പാൽ ഒരു 1/4 ഗ്ലാസോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ലേശം പഞ്ചസാര അതുകൂടെ ചേർക്കുക. പിന്നീട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു മുട്ടയുടെ മുഴുവനായിട്ട് ഒഴിക്കരുത്, അതിൻ്റെ ഒരു പകുതി മുട്ടയോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം നമ്മളിത് ഈ തവി കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം തവി മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ക്കാളും കുറച്ചുകൂടെ ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഇത്രയും ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അതുപോലെ അരിപ്പൊടി പോരാന്നുണ്ടെങ്കിൽ ലേശം അരിപ്പൊടിയും കൂടെ ചേർക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ പച്ചവെള്ളം ചൂടാക്കിയിട്ട് അതിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് എല്ലാം ഇനി പരത്തിയെടുത്തതിന് ശേഷം റോളാക്കിയിട്ടാണ് നമ്മൾ പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചപ്പാത്തിയുടെ കല്ല് വയ്ക്കുക. ചപ്പാത്തി പരത്തുന്ന ആ ഒരു കല്ല് അത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വയ്ക്കുക. എന്നിട്ട് ഈ മാവിൻ്റെ കൂട്ട് ഇതിലേക്ക് വയ്ക്കുക. ഇത് വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലും അതുപോലെ ചപ്പാത്തിയുടെ ഈ കല്ലിലെല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എല്ലാവിടെയും നന്നായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം നമുക്കിതിനെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ആ കവർ മേലത്തെ മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര നീളത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പ്ലേറ്റ് വയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പായിട്ട് വരുമല്ലോ. അതിനുശേഷം കയ്യിൽ വീണ്ടും വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടോ,
ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് നന്നായി ഷേപ്പാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഇരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ഞാനിത് റോൾ ചെയ്തെടുത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു PVCയുടെ പൈപ്പ് കിട്ടിയാൽ അതുകൊണ്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കുഴലപ്പം കുറച്ചുകൂടെ നീളത്തിലുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ PVC പൈപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കൈ കൊണ്ട് തന്നെ റോൾ ചെയ്തിട്ട് എടുത്തത് കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് കറുത്ത എള്ള ഉണ്ടെങ്കിൽ അതും കൂടെ ഈ മാവിൽ ചേർത്തിട്ട് കുഴച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ജീരകവും ഉള്ളിയും വഴറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ വഴറ്റേണ്ട ആവശ്യമില്ല. എള്ള് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ പൊടി ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും കൊണ്ട് ഇതേ വലുപ്പത്തിലുള്ള ഒരു 20-25 കൊള്ളാപ്പം വരെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ വേണം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. എണ്ണ നന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ അതിനെ മറിച്ചിട്ടിട്ട് വേറെ സൈഡും കൂടെ മൊരിയിച്ചിട്ട് എടുക്കാം. നമ്മുടെ കുഴലപ്പം എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.